നമസ്കാരം. അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 2 മുതൽ ഇന്ത്യയുമായി പരസ്പര താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നടപടി. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് പരസ്പര താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചതിനു ശേഷമാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ ഇറക്കുമതിക്ക് വൻതോതിലുള്ള തീരുവ ചുമത്തിയതിന് ന്യൂഡൽഹിയെ തുറന്നുകാട്ടിയതിനാലാണ് ഇന്ത്യ തീരുവ ഗണ്യമായി കുറയ്ക്കാൻ സമ്മതിച്ചതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ നമ്മിൽ നിന്ന് വൻതോതിലുള്ള താരിഫുകൾ ഈടാക്കുന്നു. ഭീമമായ തുക. ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ പോലും കഴിയില്ല. അക്കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ അവരുടെ താരിഫ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ട്രംപ് പറഞ്ഞതായി ANI റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ US മന്ത്രി ഹൊവാർഡ് ലുട്നിക്കുമായി വ്യാപാര ചർച്ചകൾക്കായി വാഷിംഗ്ടണിൽ എത്തിയപ്പോഴാണ് ട്രംപിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഓട്ടോ പാർട്സ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന പല ഇന്ത്യൻ കമ്പനികളും അപകട സാധ്യതകൾ എങ്ങനെ ലഘൂകരിക്കാമെന്ന് തന്ത്രങ്ങൾ മെനയുന്നുണ്ടെന്ന് ദി എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ 100% കൂടുതൽ തീരുവ ഈടാക്കുന്നു. ചൈന നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നത് ഇരട്ടിയാണ്. ദക്ഷിണ കൊറിയയുടെ ശരാശരി താരിഫ് 4 ഇരട്ടി കൂടുതലാണ്. ഈ സംവിധാനം US-നോട് നീതി പുലർത്തുന്നില്ല. അതൊരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഏപ്രിൽ 2-ന് പരസ്പര താരിഫുകൾ പ്രാബല്യത്തിൽ വരും. അവർ നമുക്ക് എന്തു നികുതി ചുമത്തിയാലും ഞങ്ങൾ അവയ്ക്ക് നികുതി ചുമത്തും എന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. വ്യാപാര പങ്കാളികൾ US-നെ അവരുടെ വിപണിയിൽ നിന്ന് അകറ്റി നിർത്താൻ പണേതര താരിഫുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ നമ്മുടെ വിപണിയിൽ നിന്ന് അകറ്റി നിർത്താൻ നമ്മൾ പണേതര മാർഗങ്ങൾ ഉപയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. US ട്രില്യൺ കണക്കിന് ഡോളർ സമാഹരിക്കുകയും മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. എല്ലാ രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി നമ്മളെ പിഴിയുകയായിരുന്നു എന്നും ഇനി അത് സംഭവിക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒഴികെയുള്ള മിക്കവാറും എല്ലാ വസ്തുക്കളുടെയും തീരുവ നീക്കം ചെയ്യാൻ US ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകളിൽ ചിലത് ഇന്ത്യയിലാണെന്ന് US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് അഭിപ്രായപ്പെട്ടിരുന്നു. അതിനിടെ US-മായി ആസൂത്രിത ഉഭയകക്ഷി വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. രണ്ട് സർക്കാരുകളും ബഹുമേഖലാ ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്രിയയിലാണ്. BTA-യിലൂടെ ചരക്ക് സേവന മേഖലയിലെ ഇന്ത്യ-US ദ്വിമുഖ വ്യാപാരം ശക്തിപ്പെടുത്തുകയും ആഴത്തിലാക്കുകയും ചെയ്യുക, വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുക, താരിഫ് ഇതര തടസ്സങ്ങൾ കുറയ്ക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിതരണ ശൃംഖല സംയോജനം കൂടുതൽ ആഴത്തിലാക്കുക എന്നിവയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.